ഇന്നൊരു ബ്രൈഡൽ വ്ളോഗാണ് കാണാനായിട്ട് പോകുന്നത്. രാത്രി ഒരു 8 മണിയപ്പോൾ റെഡി ആയിട്ട് നമുക്ക് ഇന്ന് നെയ്യാറ്റിങ്ങനെയാണ് വർക്കുള്ളത്. നാളെ രാവിലെ 2 മണിക്കാണ്. അപ്പോൾ ട്രാവൽ ചെയ്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് അവിടെ തന്നെയാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അമ്മ എനിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് ഊബറൊക്കെ ബുക്ക് ചെയ്തു. കറക്റ്റ് സമയത്ത് തന്നെ ഊബറും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് തന്നെ സാന്ദ്രനെയും പിക്ക് ചെയ്ത് നമ്മൾ നേരെ ഹോട്ടലിലോട്ടാണ് പോയത്. നമ്മുടെ ബ്രൈഡ് തന്നെയാണ് നമുക്ക് റൂമൊക്കെ ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നേരെ അവിടെ ചെന്നു ചെക്കിനൊക്കെ ചെയ്തു. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന റൂം. ഇവിടെ തന്നെയാണ് കേട്ടോ ബ്രൈഡ് മേക്കപ്പ് ചെയ്യാനായിട്ട് നാളെ രാവിലെ വരുന്നത്. പിന്നെ ഞാനും സാന്ദ്രങ്ങളുടെ റൂമൊക്കെ ഒന്ന് കയറി നോക്കി. പിന്നെ മിററും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല സൗകര്യത്തിനായിരുന്നു ഉണ്ടായിരുന്നത്. കുറേ പ്ലഗ് പോയിന്റും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. മേക്കപ്പിന്റെ സാധനങ്ങളും ഹെയറിന്റെ സാധനങ്ങളും എല്ലാം രാത്രി തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നാളെ രാവിലെ ഒരുപാട് നേരത്തെ എണീക്കണം കേട്ടോ. പിന്നെ ഇത് ഗ്രൂമിന്റെ അമ്മയുടെ സാരിയാണ് കേട്ടോ. പ്രീപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആന്റിക്കും ചെറിയൊരു മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം കിടന്നപ്പോൾ തന്നെ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഒന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തന്നെ മണി 2 കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ എണീറ്റ് റെഡിയായി. കാരണം ബ്രൈഡ് ഒരു 5 മിനിറ്റിനകത്ത് ഇവിടെ എത്തുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഞാൻ റെഡിയായി, രണ്ടാമത് സാന്ദ്രയും പോയി റെഡിയായി. അപ്പോഴേക്കും ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രൈഡ് പാർവതി. അപ്പോൾ പാർവതി ചേച്ചിയുടെ എൻഗേജ്മെന്റ് ഞാനായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചേച്ചി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എയർ ബ്രഷ് മേക്കപ്പ് ആണ്. മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം തീരാറായപ്പോൾ സാരി ഡ്രേപ്പിസ്റ്റും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അളവും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അത് ഡ്രേപ്പ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ മേക്കപ്പും ഹെയർ സ്റ്റൈലും എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ ബ്രേക്സും എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് സാരിയൊക്കെ ഡ്രേപ്പ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. 5:30ക്കാണ് നമുക്ക് ബ്രൈഡിനെ റെഡിയാക്കേണ്ടത്. കല്യാണം ഇപ്പോഴല്ല കേട്ടോ, 10 മണിക്കാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കുറേ ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ട് ബീച്ചിലൊക്കെ വെച്ചിട്ട് അങ്ങനെ നമ്മൾ സാരി എല്ലാം ഡ്രേപ്പ് ചെയ്ത് ഓർണമെന്റ്സ് എല്ലാം അറേഞ്ച് ചെയ്തു. ഹെയർ സ്റ്റൈലും കാര്യങ്ങളെല്ലാം പുള്ളിക്കാരുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഗ്രൂമും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുക. ചേച്ചി റെഡിയായി പോയി കഴിഞ്ഞ ഉടനെ തന്നെ ചേട്ടൻ്റെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞ് മേക്കപ്പും സാരി ഡ്രിപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആന്റിയുടെ മേക്കപ്പ് ഇഷ്ടപ്പെട്ടിട്ട് ആന്റിയുടെ കുറച്ച് റിലേറ്റീവ്സും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മേക്കപ്പ് ഒക്കെ ചെയ്യാനായിട്ട്. അങ്ങനെ ഞാനും സാന്ദ്രയുടെ പെട്ടെന്ന് ഓരോരുത്തരെയും മേക്കപ്പ് ചെയ്ത് വിടാനായിട്ട് തുടങ്ങിയത് നമ്മുടെ ബ്രൈഡിന്റെ സിസ്റ്ററാണ് കേട്ടോ. പുള്ളിക്കാരിക്ക് ഉണ്ടായിരുന്നു മേക്കപ്പ്. അതിനിടയ്ക്ക് നല്ല രീതിക്ക് വിശക്കുന്നുണ്ടായിരുന്നുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഓടി വന്നു കേട്ടോ. കാരണം ഇനിയും നമുക്ക് മേക്കപ്പ് ചെയ്യാനായിട്ടുണ്ട്. വന്നൊരെണ്ണത്തിന് അടുത്തതും തുടങ്ങി. ആകെ ഒരു 10 മിനിറ്റാണ് റെസ്റ്റ് ചെയ്തത് രാവിലെ തൊട്ട് ഇതുവരെ. കാരണം പ്രതീക്ഷേനും കാട്ടിലും കൂടുതലും ഗസ്റ്റ് മേക്കപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചാൽ ഇത്രയും പേരുണ്ടാവുന്നു. പിന്നെ ലാസ്റ്റ് ചെയ്ത് ചേച്ചിയുടെ ഫ്രണ്ടാണ് കേട്ടോ. പുള്ളിക്കാരിക്ക് ഒരു ചെറിയ മേക്കപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ 2 മണിക്ക് തുടങ്ങിയ ഓട്ടം നമുക്ക് തീർന്നത് 10 മണിക്കാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാനൊരു പേരക്കൊക്കെ കഴിച്ച് കുറച്ച് റിലാക്സ് ചെയ്തു. അവിടെ ഒരുപാട് നാൾക്ക് വെച്ചുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സാന്ദ്ര എന്നെ നല്ല രീതിക്ക് തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും എല്ലാം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഊബറൊക്കെ ബുക്ക് ചെയ്തോട്ടെ. കയറി പിൻ നമ്പർ മാത്രം പറഞ്ഞു കൊടുത്തേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ നമ്മൾ രണ്ടുപേരും എണീറ്റത് വീട് എത്താറായപ്പോഴാണ്.